ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എ സിയിൽ വിഷവാതകം കടത്തിവിട്ട് ഉണ്ണിയാണ് കണ്ണനെ കൊലപ്പെടുത്താൻ നോക്കിയതെന്ന് മനസ്സിലാക്കുന്ന മാർക്കോ ഉണ്ണിയെ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യുന്നു. തുടർന്ന് കണ്ണൻ സാർ മരിച്ചിട്ടില്ല എന്നും നീയല്ലട വിഷവാതകം എ സിയിൽ നിറച്ച് കണ്ണൻ സാറിനെ കൊലപ്പെടുത്താൻ നോക്കിയതെന്നെല്ലാം മാർക്കോ ചോദിക്കുമ്പോൾ ഞാനല്ല എന്ന് ഉണ്ണി പറയുമ്പോൾ തന്നെ മാർക്കോ ഉണ്ണിയുടെ കാലിൽ അമർത്തി ചവിട്ടുന്നതോടുകൂടി തന്നെ പരമനും ശരവണ്ണുമാണത് ചെയ്തതെന്ന് തുറന്നു പറയുന്നുണ്ട് ഉണ്ണി. തുടർന്ന് ഉണ്ണിയുടെ മൊബൈലിൽ നിന്ന് തന്നെ പരമനെ വിളിക്കുകയും എന്നിട്ട് കണ്ണൻ സാറ് മരിച്ചു എന്നും ബാക്കി തുക തരാനായിട്ട് ബോയ്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് വരണമെന്നെല്ലാം മാർക്കോ ഉണ്ണിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. മാർക്കോയുടെ ഭീഷണിയിൽ വിരണ്ടു പോകുന്ന ഉണ്ണിയാണെങ്കിൽ അതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനവരെ കൈകാര്യം ചെയ്തിട്ട് വരാമെന്നും എന്നിട്ട് നിനക്കുള്ള ശിക്ഷ തരാമെന്നും പറഞ്ഞുകൊണ്ട് മാർക്കോ പോകുന്നു. അങ്ങനെ ഗ്രൗണ്ടിലെത്തുന്ന പരമനും ശരവണനും കിട്ടാനുള്ള പണത്തെക്കുറിച്ചെല്ലാം സന്തോഷത്തോടുകൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പക്ഷേ അവരെ ഞെട്ടിച്ചുകൊണ്ട് മാർക്കോ എത്തുകയും അവരെ രണ്ടുപേരെയും തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് കണ്ണൻ സാറിനോ മഹാലക്ഷ്മിക്കോ ഏതെങ്കിലും രീതിയിൽ പോറലുണ്ടാക്കുന്ന തരത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കൊന്നുകളയുമെന്നും കണ്ണൻ സാറ് മരിച്ചിട്ടില്ല എന്നും മാർക്കോ അവരോട് പറയുന്നുണ്ട്. ഇതിനിടയിൽ കണ്ണൻ ദുർഗയെ വിളിച്ച് അപകടനില തരണം ചെയ്തു എന്നും ബാക്കിയൊക്കെ നാളെ അവിടെ വന്നിട്ട് പറയാമെന്നും പറയുന്നു. ഉണ്ണി കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ടാണ് കണ്ണൻ രക്ഷപ്പെട്ടതെന്നൊക്കെയാണ് ദുർഗ കരുതുന്നത്. കണ്ണന് കുഴപ്പമൊന്നും ഇല്ല എന്ന് ദുർഗയിൽ നിന്ന് അറിയുന്ന കരുണയാണെങ്കിൽ അത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. ചേട്ടനെ വഴിയിൽ വെച്ച് തീർക്കുന്നതിന് പകരം ഇയാൾ എന്തിനാണാവോ കണ്ണനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നെല്ലാം അമർഷത്തോടുകൂടി കരുണ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് തിരികെ എത്തുന്ന മാർക്കോ പരമനെയും ശരവണ്ണനെയും അടിച്ച് അവരുടെ പരിപ്പെടുത്തു എന്നും ഇനി പറ, ഈ ബുദ്ധി നിനക്ക് ആരാ ഉപദേശിച്ചു തന്നത്? നിനക്ക് ഏതായാലും പരമനെയും ശരവണ്ണനെയും നേരിട്ട് പരിചയമുണ്ടാകാൻ ഒരു വഴിയില്ല എന്നെല്ലാം ചോദിച്ചുകൊണ്ട് വിരട്ടുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ വാമനാണെന്ന് തുറന്നു പറയുന്നുണ്ട് ഉണ്ണി. റിമാൻഡിൽ നിന്നും അവന്മാരെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവരിനി മുട്ടിലായിരിക്കും എഴിഞ്ഞു നടക്കാൻ പോകുന്നത്. കണ്ണൻ സാറ് നടക്കുന്നത് നീ ഏതായാലും കണ്ടു കഴിഞ്ഞു. ഇനി കണ്ണൻ സാറിനെ വീൽ ചെയറിലാക്കിയവനും അവന്മാരുടെയൊക്കെ ഉപദേശം കേട്ട് നടക്കുന്ന നിനക്കൊക്കെയുള്ള ശിക്ഷയാണ് ഞാൻ നടപ്പാക്കാൻ പോകുന്നത്. ആദ്യം അത് നിന്നിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ ഒരു ഇരുമ്പ് വടി കയ്യിലെടുക്കുന്നു. അപ്പോൾ ഇത് കാണുന്ന ഉണ്ണിയാണെങ്കിൽ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ ഏതായാലും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ വായിൽ തുണി കുത്തി തിരുകുന്നു. തുടർന്ന് ഇതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല വേദനയാണെന്നും അതിൻ്റെ നിലവിളി ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാനാണ് നിൻ്റെ വായിൽ തുണി കുത്തിത്തിരികിയതെന്നും തുടർന്ന് സ്വന്തം ഏട്ടൻ്റെ പോലും മരണം ആഗ്രഹിക്കുന്നവനാണ് നീ. അങ്ങനെ ഒരുത്തൻ ദൈവങ്ങൾക്ക് പോലും വെറുക്കപ്പെട്ടവനാടാ. സ്വന്തം ഏട്ടൻ നടന്നു കാണുമ്പോൾ സന്തോഷിക്കേണ്ടതിന് പകരം നീ ആ മനുഷ്യനെ കൊല്ലാൻ നോക്കി. നിനക്കൊന്നും ജീവിച്ചിരിക്കാൻ ഒരർഹതയുമില്ല. കണ്ണൻ സാറ് വീൽ ചെയറിൽ സഞ്ചരിക്കുന്നത് കണ്ട് നീയൊക്കെ ഒരുപാട് കളിയാക്കുകയും പുച്ഛിക്കുകയൊക്കെ ചെയ്തതല്ലേ. ഇനി കുറച്ചു നേരം നീ വീൽ ചെയറിൽ സഞ്ചരിക്കുക. കാല് തുറന്ന ഒരാളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ കാല് തല്ലി ഒടിക്കുന്നുണ്ട് കേട്ടോ മാർക്കോ. എന്തായാലും വേദന കൊണ്ട് അലറി നിലവിളിച്ച് കരയാണ് കേട്ടോ ഉണ്ണി ചെയ്യുന്നത്. തുടർന്ന് ഇനി കണ്ണൻ സാറിന് ആ വീൽ ചെയറിൻ്റെ ആവശ്യമില്ല, പകരം നിനക്കത് സ്വന്തമാണെന്നും മാർക്കോ പറയുന്നു. പിന്നീട് കരുണയ്ക്കാണെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. വീണ്ടും ഉണ്ണിയെ വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. ഇനി എല്ലാ തവണത്തെയും പോലെ അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കാണോ, എപ്പോഴും കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ നോക്കിയിട്ട് തിരിച്ചടികൾ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത്തവണയും അങ്ങനെയൊക്കെ സംഭവിച്ചു കാണോ എന്നെല്ലാം മനസ്സിൽ പറയുന്നുണ്ട് കരുണ. പിറ്റേന്ന് രാവിലെ തന്നെ ഉണ്ണിയുടെ കാറ് വന്നു നിൽക്കുന്നത് കാണുന്നതും കരുണയും ദുർഗയും ഓടി വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ സുമേഷ് ആണെങ്കിൽ കാറിൻ്റെ ഡിക്കിയിൽ നിന്നും വീൽ ചെയറിൽ എടുക്കുന്നത് കാണുമ്പോൾ അത് കണ്ണന് വേണ്ടിയായിരിക്കുമെന്നാണ് കരുണയും ദുർഗയും കാണുന്നത്. അപ്പോഴും ഉണ്ണി എവിടെ, ഉണ്ണിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ചിന്ത അവരെ രണ്ടുപേരെയും അലട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കാറിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്ന് ഉണ്ണി വീൽ ചെയറിലേക്ക് ഇരിക്കുന്നത് കണ്ട് ഞെട്ടിത്തെറിച്ച് പോവുകയാണ് കേട്ടോ ദുർഗയും കരുണയും. മാത്രമല്ല ഉണ്ണിയുടെ കാലിൽ പ്ലാസ്റ്ററും ഇട്ടിട്ടുണ്ട്. കണ്ണന് പകരം വീൽ ചെയറിലിരിക്കുന്ന ഉണ്ണിയെ കണ്ട് ഞെട്ടിത്തെറിക്കുകയാണ് കരുണ. എന്താണ് കാര്യമെന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. തുടർന്ന് നിനക്ക് എന്താ മോനെ പറ്റിയത് എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ ഉണ്ണിക്കാണെങ്കിൽ അതിന് മറുപടിയൊന്നും കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. നീ എന്താടാ ഒന്നും പറയാത്തത്? കണ്ണനെ മോനെ എവിടെ? അവനെ ഹോസ്പിറ്റലിൽ നീയല്ലേ എത്തിച്ചത്? ഇന്നലെ ഞാനും കരുണയും നിന്നെ പലതവണ വിളിച്ചു നോക്കി, നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? നിൻ്റെ കാലിന് എങ്ങനെയാണ് പരിക്ക് പറ്റിയത്? എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുമോ എന്നെല്ലാം ദുർഗ ചോദിക്കുന്നുണ്ടെങ്കിലും ഉണ്ണിക്ക് അതിനൊന്നും ഒരക്ഷരം പോലും പറയാനായിട്ട് കഴിയുന്നില്ല. ഇതേ സമയം എല്ലാത്തിനുള്ള ഉത്തരം ഞാൻ അമ്മയ്ക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ കാറിൽ നിന്നും
പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ച കണ്ട് അത് സത്യമാണോ സ്വപ്നമാണോ എന്ന് വിശ്വസിക്കാൻ കഴിയാതെ നിന്നു പോകാണ് ദുർഗയും കരുണയും. തുടർന്ന് കണ്ണൻ രണ്ട് കാലിൽ നടന്നു വരുന്നത് കണ്ട് അവരിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. എന്താ മോനെ ഉണ്ടായത്? നിൻ്റെ കാലിൻ്റെ തളർച്ചയൊക്കെ ആ ശ്വാസം മുട്ടലിലൂടെ മാറിയോ എന്നെല്ലാം ദുർഗ ചോദിക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ തളർച്ചയൊക്കെ മാറിയിട്ട് മാസങ്ങളായെന്നും അതൊക്കെ മനഃപൂർവ്വം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇനി നിങ്ങൾ മാത്രമേ ഈ സത്യം അറിയാനായിട്ട് ബാക്കിയുള്ളൂ. ഇന്നലെ ഉണ്ണി അത് നേരിട്ട് കണ്ടു. അതോടുകൂടി തന്നെ ഇവൻ എന്നെ വഴിയിൽ വെച്ച് തന്നെ കൊലപ്പെടുത്താനായിട്ട് നോക്കി. കരുണയുടെ അച്ഛനും മുത്തശ്ശിക്കുമൊക്കെ ഇത് നേരത്തെ തന്നെ അറിയാമെന്നും കണ്ണൻ പറയുന്നത് കേട്ട് ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ കരുണ. തുടർന്ന് എന്നാലും ഇവൻ്റെ കാലിന് ഇത് എന്ത് പറ്റിയെന്ന് ദുർഗ ചോദിക്കുമ്പോൾ അത് മാർക്കോയുടെ സമ്മാനമാണെന്നും അതിനു മുൻപ് അമ്മ ചിലത് അറിയാനുണ്ട്. ഇന്നലെ രാത്രി എനിക്ക് ശ്വാസം മുട്ടലുണ്ടായത് വെറുതെ സംഭവിച്ച ഒന്നല്ലെന്നും എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവൻ കൊട്ടേഷൻ കൊടുത്തവരാണ് എൻ്റെ മുറിയിൽ കയറി AC-യിൽ വിഷവാതകം നിറച്ചതെന്നുള്ള ഞെട്ടിക്കുന്ന സത്യം കണ്ണൻ ദുർഗയെ അറിയിക്കുന്നു. അത് കേട്ട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ദുർഗയ്ക്ക്. അതിനുള്ള സമ്മാനമാണ് മാർക്കോ ഇവന് കൊടുത്തത്. അമ്മയുടെ മരുമകൾക്കും എല്ലാം അറിയാമെന്നും കണ്ണൻ കൂട്ടിച്ചേർക്കുന്നു. ശേഷം മഹിയൻ്റെ വീൽ ചെയറിൽ തള്ളി നടക്കുന്നത് കണ്ടപ്പോൾ നീ കുറേ പരിഹസിച്ചതല്ലേ അയാൾ, ഇനി നീ ഇവൻ്റെ വീൽ ചെയറിൽ തള്ളിക്കോ. അതുമാത്രമല്ല ഇനി നിങ്ങൾ രണ്ടുപേർക്കും എൻ്റെ ഈ വീട്ടിൽ സ്ഥാനമില്ല. എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്ത് രണ്ടെണ്ണവും ഇപ്പോൾ തന്നെ സ്ഥലം വിടാനും കണ്ണൻ കരുണയോടും ഉണ്ണിയോടും ആജ്ഞാപിക്കുന്നുണ്ട്. ദുർഗയ്ക്കാണെങ്കിലും സത്യങ്ങൾ മനസ്സിലാവുന്നതോടുകൂടി തന്നെ ഉണ്ണിയോടും കരുണയോടും ആണെങ്കിലും ശരിക്കും ദേഷ്യം ഇരട്ടിക്കുകയാണ്. കാരണം ഉണ്ണി കൃത്യമായ സമയത്ത് കണ്ണനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ടാണ് കണ്ണൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് എന്നാണ് ദുർഗ ഇതുവരെ കരുതിയിരുന്നത്. ഇതിനിടയിൽ ഇങ്ങനെ ഒരു ക്രൂരത ഉണ്ണി ചെയ്തിരുന്നു എന്നുള്ള കാര്യമൊന്നും ദുർഗ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, അത് വേണം മോനെ, കാര്യം എൻ്റെ മോനാണെങ്കിലും ശരി, അവൻ നിന്നോട് ചെയ്തത് ഒരിക്കലും പൊറുക്കാനാകാത്ത ഒരു തെറ്റാണ്. ഈ തീരുമാനത്തിനോടൊപ്പം അമ്മയും കൂടെയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. തുടർന്ന് ഇനി എനിക്ക് 2 മക്കളേ ഉള്ളൂ, കണ്ണൻ മോനും മഞ്ജുവും. കണ്ണൻ പറഞ്ഞത് കേട്ടല്ലോ, എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞു. 2 എണ്ണത്തിനോടും ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞ് ദുർഗ ദേഷ്യത്തിൽ അകത്തേക്ക് കയറി പോന്നു. തുടർന്ന് നിനക്കൊക്കെ പലതവണ ഞാൻ മുന്നറിയിപ്പ് തന്നതാണ്. ഇനി നിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് എനിക്കോ മഹിക്കോ കുഞ്ഞിനോ എതിരായിട്ട് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന്. ഇതൊക്കെ നീയായിട്ട് തന്നെ എന്നെക്കൊണ്ട് എടുപ്പിച്ച തീരുമാനങ്ങളാണ്. 1 മണിക്കൂർ ഞാൻ സമയം തരും. അതിനകം എല്ലാം പെട്ടിയൊക്കെ എടുത്ത് ഇറങ്ങിപ്പോയിക്കോളാൻ തന്നെ കണ്ണൻ അന്ത്യശാസനം നൽകുന്നുണ്ട് കേട്ടോ കരുണയ്ക്കും ഉണ്ണിക്കും. തുടർന്ന് കണ്ണനും അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കണ്ണൻ നടന്നു പോകുന്നതെല്ലാം ആ ഒരു കാഴ്ച കരുണയെ സംബന്ധിച്ച് ഒട്ടും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ശേഷം ഉണ്ണിയെ തറപ്പിച്ച് നോക്കി നിൽക്കുകയാണ് കേട്ടോ കരുണ. ഏതായാലും കണ്ണൻ അവസാനം ആ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ്. തനിക്കെന്നും തന്നെയും മഹിയും കുഞ്ഞിനെയൊക്കെ എന്നും കൊലപ്പെടുത്താനായിട്ട് നോക്കിയിട്ടുള്ള ഉണ്ണിയും കരുണയും ഇനി ആ വീട്ടിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ അവസാനം കണ്ണൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ 2 പേരെയും കമലേശ്വരം തറവാട്ടിൽ നിന്നും ഇറക്കി വിടുകയാണ് കണ്ണൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്